കാലം കാത്തുവച്ചിരിക്കുന്ന കൊടും വരൾച്ച മുമ്പിൽ കണ്ടുകൊണ്ട് പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന തലയിൽ തോട് പുനരുജ്ജീവിപ്പിക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളും ജനങ്ങളും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്തിലെ തലയിൽ തോടാണിത്. കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്ന കാലം വിദൂരമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു ചെറിയ സമൂഹം അവർ തന്നെ നശിപ്പിച്ച ഈ തോട് നവീകരിക്കാനായി രംഗത്തെത്തിയിരിക്കുകയാണ്. നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന തലയിൽ തോടിലെ ചെളി മുഴുവൻ കോരിമാറ്റി നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനാണ് തീരുമാനം. ഇതോടെ ഇവിടുത്തെ ജലം കൃഷി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനായി 1,38,00,000 രൂപ ചെലവാകുമെന്നാണ് വിലയിരുത്തൽ. കേവലം തോട് വൃത്തിയാക്കൽ എന്നതിലുപരിയായി ഈ തോടിൻ്റെ ആഴം കൂട്ടി ഇതിൻ്റെ സുഗമമായ നീരൊഴുക്ക് സുഗമമാക്കിക്കൊണ്ട് അത് കഴിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന മുഴുവൻ പ്രദേശവും കെട്ടി എടുത്ത് 100 മീറ്റർ ഇടവിട്ട് തടയണകൾ കെട്ടി ഇരുകരകളിലുമുള്ള വയലുകൾക്ക് ആവശ്യമായ ജലം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വരൾച്ചയെ നേരിടുന്നതിനായി പ്രദേശത്തെ 22ഓളം കൈത്തോടുകളും 14 കുളങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കും. വരൾച്ചയ്ക്കെതിരെ മുൻകരുതലെടുക്കാനുള്ള സർക്കാർ നിർദ്ദേശം കൂടിയാണ് ഇതിലൂടെ നടപ്പിലാക്കപ്പെടുന്നത്. നാടിന്റെ നഷ്ടമായ നീരുറവകൾ വീണ്ടെടുക്കാനുള്ള പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പാഠങ്ങളാണ് നമുക്കിതിലൂടെ പഠിക്കാനാകുന്നത്. ക്യാമറാമാൻ രതീഷ് കട്ടേലയ്ക്കൊപ്പം ലിനിഷ പി കെ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.